ഞാൻ മദ്രാസിൽ ഞാൻ തിരക്കുള്ള ഡയറക്ടറായി കഴിഞ്ഞപ്പോൾ നമ്പർ 2 ഇന്ദിരാഗാന്ധി സ്ട്രീറ്റ്, അതായത് പിന്നെ പ്രസാദ് സ്റ്റുഡിയോയുടെ നേരെ എതിരെ, രാജുവിനൊക്കെ അറിയാം, അതിൻ്റെ എതിരെയുള്ള വഴി ചെന്നിട്ട് റൈറ്റിലോട്ട് തിരിച്ച് ലെഫ്റ്റ് തിരിച്ച് വലിയൊരു സ്ട്രീറ്റുണ്ട്. ആ സ്ട്രീറ്റിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള സിനിമാക്കാർ താമസിക്കുന്ന, ഫോർ എക്സാമ്പിൾ ബാലു മഹേന്ദ്ര എൻ്റെ വീട്ടിൻ്റെ നേരെ എതിരെ. എൻ്റെ വീട്ടിൻ്റെ താഴെ ഒരു ആർട്ടിസ്റ്റാണ് താമസിക്കുന്നത്, അതിൻ്റെ അപ്പുറത്ത് ഭാനുപ്രിയ, അതിൻ്റെ അപ്പുറത്ത് പിന്നെ വേറൊരു ആർട്ടിസ്റ്റ്, നേരെ എതിരെ നമ്മുടെ ഈ മ്യൂസിക് ഡയറക്ടർ ചിദംബരനാഥ് സാറ്, അദ്ദേഹത്തിൻ്റെ മകൻ രാജാമണി, അതിൻ്റെ അപ്പുറത്ത് പപ്പുവേട്ടൻ, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ രതീഷ്, നടൻ രതീഷ്, ഇങ്ങനെ ഒരു സംഘം താമസിക്കുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ സ്ട്രീറ്റിലാണ് ഏറ്റവും കൂടുതൽ സോഡ ചിലവാകുന്നു കേട്ടിട്ടുണ്ട്. ആ കാര്യം അറിയില്ല. ആ സ്ട്രീറ്റിലെ ചെലവ് അന്ന്. കുതിരവട്ടം പപ്പുചേട്ടന്റെ ഓർമ്മകളുമായി നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ. പപ്പുവേട്ടനെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ നിർമ്മാണവും സംവിധാനവും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഒരു മാടപ്രാവിൻ്റെ കഥ എന്ന സിനിമ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ അന്ന് കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു കൊമേഡിയനാണ് കുതിരവട്ടം പപ്പു എന്ന നടൻ. അങ്ങനെയാണ് ഞാൻ പപ്പുവേട്ടനെ പോയി കാണുന്നത്. പപ്പുവേട്ടന് ഞാൻ ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലാണ് എന്നെ അറിയാവുന്നത്. ജയന് ശബ്ദം കൊടുത്തു എന്നുള്ളതൊക്കെ വെച്ചിട്ട് പപ്പുവേട്ടനെ അറിയാം. അപ്പം ഞാൻ പപ്പുവേട്ടൻ്റെ വീട്ടിൽ ചെല്ലുന്നു. ഇങ്ങനെ ചെയ്യാൻ മോനെ, വളരെ ഒരു പുതിയ സംവിധായകൻ, ഒരു പുതിയ ആൾക്ക് ആ തിരക്കിനിടയിലും അദ്ദേഹം സമയം കണ്ടെത്തിയത് എനിക്ക് തരാൻ വേണ്ടി ഒരു ഡേറ്റും ഒക്കെ സെറ്റ് ചെയ്ത് തരികയും കൃത്യമായി ആ ഡേറ്റുകൾ എത്തുകയും ഷൂട്ടിങ്ങൊക്കെ ഭംഗിയായി തീരുകയും അവസാനിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആദ്യ പടത്തിൽ തൊട്ട് പപ്പുവേട്ടൻ മിക്കവാറും ഡേറ്റുള്ള ഇതിലൊക്കെ എൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ പിന്നീട് നിന്നിഷ്ടം എന്നിഷ്ടം എന്നൊരു പടത്തിൽ കുറച്ച് കൂടുതൽ റോളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതിലും മറ്റ് കൊമേഡിയന്മാരെല്ലാവരും ഉണ്ട്. മാളയുണ്ടായിരുന്നു, ജഗതി ഉണ്ടായിരുന്നു, സുകുമാരി ചേച്ചി, അങ്ങനെ ഒരു കോമ്പിനേഷനിൽ ഇടയ്ക്ക് വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഒരു തിരിക്കുത്തുകാരൻ കുമാരൻ എന്ന് പറയുന്നൊരു കഥാപാത്രം, ഒരു ഗെയിംബ്ലിംഗ് ഒക്കെ നടത്തി പിന്നീട് നായികയുടെ ഉയർച്ച അനുസരിച്ച് വളരുന്ന ഒരു കഥാപാത്രമായിട്ടാണ്. അത് പപ്പുവേട്ടൻ വളരെ മനോഹരമായിട്ട് ചെയ്തു. മലയാള സിനിമയിൽ ഒരു കാലത്ത് എല്ലാ കൊമേഡിയന്മാരെയും കീഴടക്കിക്കൊണ്ട് ഒരു ഏകാധിപതിയെപ്പോലെ ഒറ്റയ്ക്ക് പപ്പുവേട്ടൻ വാണ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതായത് അന്ന് വന്നിരുന്ന അടൂർ ബാസി, ബഹദൂർ, അങ്ങനെ ഒരു വലിയൊരു താരനിരയെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വരവ് ഒരു സൂപ്പർ വരവ് തന്നെയായിരുന്നു. പക്ഷേ വളരെ എളിമയുള്ള ഒരു നടനായിരുന്നു പപ്പുവേട്ടൻ. ഈ പപ്പുവേട്ടനൊക്കെ അന്നേരം ഒരു വലിയ സൗഹൃദങ്ങളും സൽക്കാരങ്ങളും കൂടുതലായിട്ട് വെക്കുന്ന ഒരാളായിരുന്നല്ലേ? ഉണ്ടായിരുന്നോ ആ കൂട്ടത്തിലൊക്കെ? ഉണ്ടായിരുന്നു. അതിന് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, ഒരു ദിവസം ഞങ്ങൾ ഒരു ഫിലിമിൻ്റെ ഷൂട്ട്, അത് മോഹൻലാൽ ആദ്യമായിട്ട് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത് എൻ്റെ സിനിമയിലാണ്. അതിൻ്റെ പടത്തിൻ്റെ പേര് നായകൻ എന്നാണ്. ഡോക്ടർ ബാലകൃഷ്ണൻ അദ്ദേഹമാണ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം നായകനാക്കി കാസ്റ്റ് ചെയ്ത സമയത്ത് ഡോക്ടർ ബാലകൃഷ്ണൻ സാറിനോട് ഇയാൾ വേണോ എന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരും ഉണ്ട്. കാരണം എന്ന് ചോദിച്ചിട്ടുള്ളവർ അവർ പിന്നെ ഒരുപാട് പടം അദ്ദേഹത്തെ ചെയ്തു, അത് വേറെ ചരിത്രം. എന്തായിരുന്നാലും ശരി, അങ്ങനെ അവിടെ താമസിക്കുമ്പോൾ ഒരു ദിവസം ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നാഗേഷ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എവിടെയാന്ന് ചോദിച്ചപ്പോൾ കുതിരവട്ടം പപ്പുവിൻ്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സൗഹൃദമൊക്കെ ഉണ്ട്. അങ്ങനെ നാഗേഷ് എന്ന് പറയുമ്പോൾ തമിഴില് അത് എംജിആർ സാറും ശിവാജി സാറും പിന്നെ ജമിനി ഗണേശൻ സാറിന്റെ കൂടെയൊക്കെ എംജിആർ സാറിന്റെ കൂടെയൊക്കെ അഭിനയിച്ച് തകർത്ത് സർവ്വസുന്ദരമൊക്കെ തകർക്കല്ല, ഈക്വൽ ടു എംജിആർ റെമുനറേഷൻ വാങ്ങിച്ചിട്ടുള്ള ആളാണ്. എംജിആറിന് എന്ത് കൊടുക്കണോ സെയിം റെമുനറേഷൻ എനിക്കും കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് നാഗേഷ് എന്ന് പറയുന്ന. അതെ. അപ്പൊ അത്രയും പവറുള്ള ആളുമായിട്ടാണ് പപ്പുചേട്ടൻ വീട്ടിൽ കമ്പനി. ഞാൻ ചോദിപ്പോ അവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ഇത് കാണാമോ എന്ന് നോക്കണം. അപ്പൊ ഇതിന് ഒറ്റ വഴിയേ ഉള്ളൂ, രതീഷിന്. അപ്പൊ അന്ന് ഷൂട്ടിംഗ് ഇല്ല. രതീഷിന് ഞാൻ പറഞ്ഞു, രതീഷ് എനിക്കൊന്ന് പുള്ളി ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ ഡയറക്ടറാണ്, പക്ഷെ എന്നിട്ടൊന്ന് കാണണം, അത്ര ആരാധന കൊണ്ടാണ്. ഞാൻ ചെന്നു, കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സർവർ സുന്ദര റീമേക്ക് ചെയ്ത് കഴിഞ്ഞു ആ കാലഘട്ടം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പപ്പു എന്ന് പറഞ്ഞൊരു സിനിമ പപ്പുവേട്ടൻ ഹീറോ ആയിട്ട് അഭിനയിച്ചു. അങ്ങനെ അതാണ് സർവ്വസുന്ദരം. നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ പക്ഷേ ഈ ഞങ്ങൾ അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ ഈ നാഗേഷ് സാറിൻ്റെ സംസാരം എന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടിയും വലിയ ആക്ടറാണ് പപ്പു എന്നാണ് പറയുന്നത്. ഈസ് എ ഗ്രേറ്റ് ആക്ടർ, ഞാൻ ഒരു ചിന്ന ആക്ടർ എന്നാണ് പറയുന്നത്. അത്ര അങ്ങനെ പറയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ, ശിവാജി സാറ് മാത്രമേ ഉള്ളൂ. എപ്പോഴും വളരെ എളിമയോടുകൂടി പറയുന്നത്. അങ്ങനെ
അതിനുശേഷം പിന്നീട് ആ ഒരു സിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവുകയും എൻ്റെ 2 സിനിമകളിൽ അവർ പപ്പുവേട്ടൻ അഭിനയിക്കുകയും ചെയ്തു. ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ എവർഷൈൻ പ്രൊഡക്ഷൻസിൻ്റെ മമ്മൂട്ടി, മേനക, സുവേട്ടൻ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒന്നും മിണ്ടാത്ത ഭാര്യ ഊട്ടിയിലായിരുന്നു. സാറിന്റെ പടത്തിൽ അഭിനയിച്ചാണ് പറയുന്നത്. എൻ്റെ പടത്തിൽ ഭാര്യ എന്നുള്ള പടത്തിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ വീട്ടിൽ അപ്പോൾ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ബാപ്പുട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അയാൾ ഈ പേപ്പർ തയ്യാറ കുപ്പിക്കാരനാണ്. ആ ഒരു പ്രത്യേക ടൈപ്പാണ്. ആ ഒരു ക്യാരക്ടറിനെ ഞാനൊന്ന് ഇതിനകത്തോട്ട് ഇമിറ്റേറ്റ് ചെയ്തോട്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്ക് അങ്ങനെയാണ് അറിയണം. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, തൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള പല കഥാപാത്രങ്ങളെയും ഇദ്ദേഹത്തിനൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ അതിലേക്ക് ഇതിനെ സന്നിവേശിപ്പിച്ചുകൊണ്ട് അത് അവതരിപ്പിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞാണ്ടി സാറ്, KT മുഹമ്മദ്, പിന്നെ നമ്മുടെ നെല്ലിക്കോട് ഭാസ്കരൻ തുടങ്ങിയിട്ടുള്ള കോഴിക്കോട്ടെ നാടക പാരമ്പര്യത്തിൽ നിന്ന് വന്നവരെല്ലാം തന്നെ മലയാള സിനിമയ്ക്ക് വളരെ വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. ഞാൻ തിരുവനന്തപുരത്തുള്ള CA പരമേശ്വരൻ പിള്ളയും പിന്നെ കൈരിക്കര കുമാരപിള്ള അദ്ദേഹത്തെക്കുറിച്ച് എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയല്ല. കേരളത്തിലെ എല്ലാ നാടക രംഗങ്ങളിൽ നിന്നും മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവന ഉണ്ട്.